ഇന്ന് വളരെ അപ്രതീക്ഷിതമായിട്ട് കൊല്ലം ബീച്ചിൽ ഒന്ന് പോകാൻ കഴിഞ്ഞു. എന്ത് ഭംഗിയായിരുന്നു കൊല്ലം ബീച്ച് കാണാൻ നിന്ന്. ആകാശം വളരെ ചുമന്ന, എന്താ പറയുക, ഗോൾഡൻ കളറിൽ ആകാശം ഇങ്ങനെ കിടക്കുന്ന നമുക്ക് കാണാം. വളരെ ഭംഗിയായിരുന്നു. ഞാനും വൈഫും അവളോടെ പോയതാണ്. വളരെ പ്രതീക്ഷിതമായിട്ടൊരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് പോയതാണ്. തിര നന്നായിട്ടുണ്ട്. അധികം ആൾക്കാരും കടലിലേക്ക് ഇറങ്ങുന്നത് കാണാൻ സാധിച്ചില്ല. പക്ഷേ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഈവനിങ് ആയിരുന്നു. വളരെ അപ്രതീക്ഷിതമായിട്ട് ലഭിച്ചത്. കുറേ നേരം അവിടെ നിന്നു. നല്ല ജനത്തിരക്കായിരുന്നു. ആൾക്കാർ ശരിക്കും വരുന്നു, കുറേ ആൾക്കാർ പോകുന്നു. വണ്ടിയൊന്നും പാർക്ക് ചെയ്യാൻ പറ്റില്ല, അതുപോണക്ക് തിരക്കായിരുന്നു. പക്ഷേ ആകാശം കണ്ടു കഴിഞ്ഞപ്പം, ആ തിരയെല്ലാം കൂടെ കണ്ട സമയത്ത് വളരെ സന്തോഷം തോന്നി. പതുക്കെ അതൊക്കെ കണ്ടിട്ട് ഞങ്ങളിങ്ങനെ ജസ്റ്റ് കുറച്ചിങ്ങനെ നടന്ന സമയത്ത് കാണാൻ നല്ല തിരക്കാണ്. ആൾക്കാർ എവിടെയൊക്കെ ഇരിക്കുന്നു, ചില ആൾക്കാർ നടക്കുന്നു. പക്ഷേ കടലിലേക്ക് ആരും ഇറങ്ങുന്നില്ല. കാരണം തിര വളരെ ശക്തിയായിട്ടാണ് അടിക്കുന്നത്. മഴക്കോളുമുണ്ട്. ചന്ദ്രനെ നമുക്ക് കാണാം. അവിടെ ചന്ദ്രൻ ഇങ്ങനെ നിൽക്കുന്നു. അങ്ങ് ദൂരെ മത്സ്യബന്ധനത്തിനുള്ള ബോട്ട് ഇങ്ങനെ അടുക്കി ഇങ്ങനെ കിടക്കുന്ന കാണാം. ലെമിനേഷൻ ലൈറ്റൊക്കെ ഇട്ട പോലെ ഇങ്ങനെ കിടക്കുന്ന കാണാം. അപ്പോൾ അതൊക്കെ കണ്ട് കുറേ നേരം നിന്ന ശേഷം വീണ്ടും ഇങ്ങനെ നോക്കുന്ന സമയത്ത്, എന്താ പറയുക, രണ്ട് കുട്ടികൾ അത് കളിക്കുന്നുണ്ട്. അവർ മാത്രമേ അവിടെ ഇറങ്ങുന്നതായിട്ട് കണ്ടുള്ളൂ. പക്ഷേ നല്ല തിരയുണ്ട്. അതിനെ ഒരു പയ്യനിങ്ങനെ തിര ഇങ്ങനെ കളിക്കുകയാണ്. വേറൊരു പയ്യൻ പുറകെ ഓടുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞിട്ട് വെച്ചിരുന്ന കച്ചവടം നടത്തുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ ചെന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അതെല്ലാം പറഞ്ഞു, വൈഫ് അതെല്ലാം പറഞ്ഞു. അതിനുശേഷം നമ്മുടെ ചോളം നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് തരും. അത് നേരത്തെ പുഴുങ്ങി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊരെണ്ണം പറഞ്ഞു. അപ്പോൾ ഭയങ്കര തിരക്കാണ്, കടയിൽ ഭയങ്കര തിരക്കാണ്. അവിടെ ഇരിക്കുന്നവരും അപ്പുറത്ത് നടക്കുന്നവരും ഒക്കെ വന്ന് വാങ്ങിക്കുന്നുണ്ട്. എൻ്റെ അടുത്തത് കടക്കാരൻ പറഞ്ഞു, ഒന്ന് വെയിറ്റ് ചെയ്യണം, കുറച്ച് ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ട്, അവർക്കൊക്കെ കൊടുത്തിട്ട് തരാം എന്ന് പറഞ്ഞു. ഞങ്ങളതവിടെ വെയിറ്റ് ചെയ്തു. എന്തായാലും വളരെ നല്ലൊരു സായാഹ്നം, വളരെ നമുക്ക് ശരിക്കും കണ്ണിന് ആനന്ദം നൽകുന്ന ഒരു സായാഹ്നം വളരെ അപ്രതീക്ഷിതമായിട്ട് കിട്ടി കൊല്ലം ബീച്ചിലൂടെ. ഞങ്ങളത് വാങ്ങിച്ച് കഴിച്ച ശേഷം കുറച്ച് നേരം കൂടെ അവിടെ നിന്നു. കുറച്ച് നേരം കൂടെ നിന്നപ്പോഴത്തേനും കുറച്ച് സന്ധ്യയായ സമയത്തേക്ക് കടലിൻ്റെ തിര വളരെ ശക്തിയായിട്ട് അടിക്കാൻ തുടങ്ങി. ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ പോലും വളരെ ശക്തിയായിട്ട് അടിക്കാൻ തുടങ്ങി. നമുക്ക് ആ മത്സ്യബന്ധന ബോട്ട് കിടക്കുന്നത് നമുക്ക് ശരിക്കും കാണാൻ പറ്റിയ ഒരു നേർവര പോലെ. എന്തായാലും നല്ലൊരു അനുഭവം. താങ്ക് യു.